ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. ഇവിടെ മുൻ സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഇതിനുവേണ്ടി തന്നെയാണ് മിസോറാം ഗവർണർ സ്ഥാനം കുമ്മനം രാജശേഖരൻ രാജിവെച്ചതും. കുമ്മനം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നതും ജയിക്കുന്നതും തുല്യമാണെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പി ക്യാമ്പുകളും. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതേസമയം തിരുവനന്തപുരത്ത് കുമ്മനത്തിനുള്ള വെല്ലുവിളി ശശി തരൂരാണ്. കുമ്മനം വന്നാലും ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ പ്രതികരിച്ചിരുന്നത്. കുമ്മനത്തിന്റെ വരവ് എന്തായാലും എതിർ സ്ഥാനാർത്ഥികളിൽ ഭയമുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. എന്നാൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ എത്തും എന്ന വാർത്തയെ എങ്ങനെ കാണുന്നു എന്ന കോൺഗ്രസ് എംപിയും തിരുവനന്തപുരത്തെ UDF ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ഉത്തരം ഇങ്ങനെയായിരുന്നു: കുമ്മനം തനിക്ക് വലിയ എതിരാളി അല്ല എന്നും വ്യക്തിപ്രഭാവം നോക്കിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും ആയിരുന്നു. കേന്ദ്ര സർക്കാർ ഭരണത്തിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ഉത്തരം ബി.ജെ.പി ക്യാമ്പുകളുടെ ആത്മവിശ്വാസം കെടുത്താൻ കാരണമാകുന്നതല്ല. എന്തായാലും കോൺഗ്രസും വലിയ പ്രതീക്ഷയിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതേസമയം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തും എന്നായിരുന്നു ആദ്യമുള്ള പ്രചരണം. എന്നാൽ മോദിയല്ല ആര് വന്നാലും പേടിയില്ല എന്നും താൻ തല ഉയർത്തി കാട്ടുന്നത് സ്വന്തം പ്രവർത്തനമാണെന്നുമായിരുന്നു തരൂരിന്റെ വാദം. അതേസമയം കുമ്മനത്തെ നല്ല മതിപ്പാണ് ശശി തരൂരിന്. കുമ്മനത്തെ പറ്റിയും തരൂരിന് പറയാനുണ്ട് ചിലത്. കുമ്മനം രാജശേഖരനുമായി അടുപ്പമില്ല എങ്കിലും അറിയുന്നിടത്തോളം നല്ല മനുഷ്യനാണ് എന്നാണ് തരൂർ പറഞ്ഞത്. മുൻ ഗവർണറും മുൻ മന്ത്രിയുമാണ് എതിർ സ്ഥാനാർത്ഥി ആകുന്നത്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കാൻ താനില്ല എന്നും തരൂർ പറയുന്നുണ്ട്. അതേസമയം കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നതിലെ പ്രതീക്ഷ ബി.ജെ.പി ക്യാമ്പുകളും പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കും എന്ന അവകാശവാദവുമായാണ് ബി.ജെ.പി നേതാവ് വി മുരളീധരൻ മുന്നോട്ട് വന്നത്. അത്രമേൽ പ്രതീക്ഷയാണ് അവർക്ക്. തിരുവനന്തപുരത്ത് ബി.ജെ.പി നിർത്താവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് കുമ്മനം രാജശേഖരൻ എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ശശി തരൂരിനോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കുമ്മനം തന്നെ വേണം എന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും ആവശ്യം. എന്നാൽ കുമ്മനത്തിന്റെ മടങ്ങിവരവിന് മുഖ്യ തടസ്സം ഗവർണർ സ്ഥാനമായിരുന്നു. ഇപ്പോൾ അതും അണികൾക്കായി കുമ്മനം അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഏറ്റവും നിർണായകവും അനുകൂലവുമായ രാഷ്ട്രീയ സാഹചര്യമായതിനാലാണ് കുമ്മനത്തെ RSS സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതും. ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും ധാരണയായി. CPI-യിലെ C ദിവാകരനാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ശശി തരൂർ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകുന്നതും. ഇവർക്ക് വെല്ലുവിളിയായി കുമ്മനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.